എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം നമ്മൾ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ എടുക്കുക. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി വെച്ച് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീൻ വറുക്കാം. ചെമ്മീൻ ഇപ്പോൾ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. കുറച്ച് എണ്ണയും കൂടി നമ്മൾ മാറ്റിയെടുത്ത് വെക്കണം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് വഴറ്റുക. അപ്പം നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ വറുത്ത എണ്ണ നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. അതിലേക്ക് തന്നെ തക്കാളി, ഗരം മസാല, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റുക. ഇതിലത്തെ മസാലക്കുത്തൊന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർക്കുന്നുണ്ട്. പിന്നെ തിളച്ച വെള്ളം ആവശ്യത്തിന് നമ്മൾ എത്ര വെച്ചാൽ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിൽ മേലേക്ക് കുറച്ച് ചെമ്മീനും മല്ലിയിലയും ഇട്ട് ഗാർണിഷ് ചെയ്യുക. ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം കുറച്ച് സാലഡും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായവും പറയണം.